ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഭയങ്കര ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ കല്യാണത്തെക്കാളും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് നമുക്ക് ആരുടെ കല്യാണത്തിനായിരിക്കും? ശരിക്കും നമ്മുടെ സിബ്ലിങ്സിൻ്റെ കല്യാണത്തിനല്ലേ? അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞനിയത്തിയുടെ കല്യാണമാണ്. അപ്പം അവളുടെ കല്യാണത്തിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. സാധാരണ എൻ്റെ കല്യാണത്തിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിനേക്കാളും കൂടുതൽ എനിക്ക് അവളുടെ കല്യാണത്തിനാണുള്ളത്. അതുകൊണ്ട് തന്നെ അപ്പോൾ അവളുടെ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന ചടങ്ങാണിത്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടുള്ള സാരി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. കല്യാണത്തിന് നമ്മുടെ സൈഡിൽ നിന്ന് എടുക്കുന്ന സാരി. അപ്പോൾ നമ്മൾ എറണാകുളത്ത് തന്നെ കുറേ ഷോപ്പുള്ളത് കൊണ്ട് ഇന്ന ഷോപ്പിൽ പോകണം എന്നുള്ള ഒരു ധാരണയൊന്നുമില്ല. ആദ്യം തന്നെ നമ്മൾ MG റോഡ് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി നേരെ നമ്മൾ കല്യാണിലേക്ക് വിട്ടുപിടിച്ചു. അപ്പോൾ കല്യാൺ സിൽക്സ് കയറിയിട്ട് അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടാൽ അവിടെ നിന്ന് തന്നെ എടുക്കുക, ഇല്ലെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാമെന്നുള്ളൊരു പ്ലാനായിരുന്നു. അത് നമ്മൾ സാരി ഫ്ലോറിൽ ജസ്റ്റ് ഒന്ന് നോക്കി. അപ്പോൾ അവിടെ ആടി സെയിൽ നടന്നിരുന്ന സമയമായിരുന്നു. അപ്പം നമ്മൾ സാരി കുറേ നോക്കി നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇക്കക്കൂട്ടനും ചേട്ടായിമാർക്കും കുറച്ച് ഒരു ജുബ്ബ മോഡൽ എടുക്കാൻ വേണ്ടിയിട്ട് നേരെ അടുത്ത ഫ്ലോറിലേക്ക് വന്നു. അപ്പോൾ കുറേ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സുകളൊക്കെ ഇവിടെ ഉണ്ട്, പല സൈസിലുണ്ട്. പക്ഷേ ഇവന്മാർക്ക് ചേട്ടായിമാർ ട്വിൻസ് ആയതുകൊണ്ട് അവർക്ക് കണ്ടുപിടിക്കുക സെയിം ലെവലിലുള്ള അല്ലെങ്കിൽ സെയിം അളവിലുള്ളത് കിട്ടണമല്ലോ. അതുകൊണ്ട് ഭയങ്കര ഇച്ചിരി ടഫാണ് അവർക്ക് ഡ്രസ്സ് എടുക്കുക എന്നുള്ളത്. പിന്നെ ഇക്കക്കൂട്ടനും ഡ്രസ്സ് എടുക്കുമ്പോൾ ഒന്നാമത് അവന് ചൂട് പറ്റത്തില്ല. അപ്പോൾ ചൂട് പറ്റുന്ന ഡ്രസ്സുകൾ നമ്മൾ മാക്സിമം ഒഴിവാക്കും. പക്ഷേ ഒരു പാർട്ടി വെയർ പോലുള്ളൊരു ഡ്രസ്സ് തപ്പിയാണ് പോയത്. അപ്പം അവന് മെറ്റീരിയലൊക്കെ പിടിച്ച് നോക്കി ചൂടില്ല എന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് വേണം അതെടുക്കാൻ. അങ്ങനെ ഒരു ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ സാരിയുടെ ഫ്ലോറിലേക്ക് വന്നു. അപ്പോൾ സാധാരണ എന്ത് സാരി കണ്ടാലും കണ്ണടച്ച് വീഴുന്ന ഒരു ടീമാണ് ഞാൻ. കാര്യം എനിക്ക് ഉടുക്കാനൊന്നും സാരി അറിയത്തില്ല. പക്ഷേ എനിക്ക് നല്ല സാരികളൊക്കെ കണ്ടാൽ മേടിച്ച് വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നെപ്പോലെയുള്ള കുറേ ആൾക്കാർ കാണുമായിരിക്കും അല്ലേ. അങ്ങനെ നമ്മളൊരു പ്രീമിയം സാരിയുടെ സെഷനിലേക്ക് പോയി കുറേ സാരിയൊക്കെ വെച്ച് നോക്കി, കുറച്ച് പാർട്ടി വെയർ മോഡലുള്ള സാരിയൊക്കെ നോക്കി. പിന്നെ നമ്മൾ നേരെയാണെങ്കിൽ റെഡിമെയ്ഡ് സെക്ഷനിലേക്കാണ് പോയത്. അവിടെ ചുരിദാർ ഒക്കെ സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണിത്. അപ്പോൾ നമുക്ക് പാർട്ടി വെയറും കാഷ്വൽ വെയറും ആയിട്ടുള്ള സ്റ്റിച്ച്ഡ് ചുരിദാർസിൻ്റെ ഏരിയയിൽ പോയി അവിടെ നിന്നും പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ നേരെ താഴേക്ക് വന്നു. അവിടെയാണ് നമ്മുടെ കളക്ഷൻ പോയിൻ്റ്. അപ്പോൾ അവിടുന്ന് വെറുതെ കാണാമെന്ന് ഞങ്ങൾ എന്തൊക്കെയോ പർച്ചേസ് ചെയ്തിട്ട് പോയി. എൻ്റെ അമ്മമാരാണെങ്കിൽ എൻ്റെ അമ്മയും മദറിൻ്റെയും അവർ നന്നായിട്ട് പർച്ചേസ് ചെയ്തു. കാരണം സാരി എന്ന് പറയുന്നത് അവർക്കൊരു വീക്ക്നെസ്സാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ നെക്സ്റ്റ് സ്ഥലം എവിടെ പോകണമെന്ന് ഞാനിങ്ങനെ കലുകുലിശിതമായി ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഊബറൊക്കെ ബുക്ക് ചെയ്തിട്ട് നമ്മൾ നിൽക്കുന്നുണ്ട്. നമ്മുടെ ഊബർ ചേട്ടൻ വന്നു. ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത് പോത്തീസിലേക്കാണ്. അപ്പം ബാക്കി അതിൻ്റെ ഇടയ്ക്ക് കുറേ ഷോപ്പുകളൊക്കെ എറണാകുളത്തുണ്ട്. നമ്മൾ അവിടെയൊന്നും കയറണ്ടെന്ന് വെച്ച് നേരെ പോത്തീസിൽ പോയി നോക്കാമെന്ന് വെച്ചു. ഇനി പോത്തീസിൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു ഞങ്ങൾ. കാരണം ഞാൻ ഏതെങ്കിലും ഒരു കളറോ ഏതെങ്കിലും ഒരു പാറ്റേണോ ഒക്കെ മനസ്സിൽ വിചാരിച്ച് ചെന്നാൽ എനിക്ക് പോത്തീസിൽ നിന്ന് അത് സാധാരണ കിട്ടാറുണ്ട്. അപ്പോൾ പോത്തീസിൽ എന്തായാലും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോയത്. പക്ഷെ ഞങ്ങളവിടെ ചെന്നപ്പോഴേക്കും ഉച്ചയായി. അപ്പോൾ എല്ലാവരുടെയും എനർജി ഇങ്ങനെ കട്ടായി തുടങ്ങിയിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ഭക്ഷണം കഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നമ്മുടെ പോത്തീസിൻ്റെ ഫുഡ് കോർട്ടിലേക്ക് നേരെ പോയി. കാരണം എനിക്ക് എനിക്ക് ആകെ ഭ്രാന്തിളകും. അതുപോലെ തന്നെയാണ് എൻ്റെ അനിയത്തി. പിന്നെ അപ്പോൾ അവിടെ നമ്മൾ കൈയൊക്കെ കഴുകാൻ വേണ്ടി ഞാൻ ചെന്നപ്പോൾ ദേണ്ട നല്ലൊരു മിറർ. അപ്പോൾ ഞാൻ എന്തൊക്കെയോ കാണിച്ചിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത്. സാധാരണ മിറർ കണ്ടാൽ എനിക്കൊരു കുറച്ച് ഗോഷ്ടി കണ്ണീരൊക്കെ കൂടുതലാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ മീൽസും ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. എനിക്കപ്പം കുറച്ച് ബിരിയാണി കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് ബിരിയാണി കണ്ടപ്പം നല്ലതായിരിക്കുമെന്ന് തോന്നി ഞാനത് ഓർഡർ ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണിക്ക്. പക്ഷേ ക്വാണ്ടിറ്റി എനിക്ക് കഴിക്കുന്നതിനേക്കാളും നല്ല കൂടുതലായിരുന്നു. കാരണം ഞാൻ ഇത്രയും ബിരിയാണിയൊന്നും ഒറ്റയ്ക്ക് ഇരുന്ന് എത്ര ശ്രമിച്ചാലും കഴിച്ച് തീർക്കാൻ പോകുന്നില്ല. ഇനി നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞു. ഇനിയാണ് നമ്മുടെ ടാസ്കിലേക്ക് കിടക്കുന്നത്. നമ്മൾ നേരെ സാരിയുടെ ഫ്ലോറിലേക്ക് എത്തി. അപ്പം ആണെങ്കിൽ പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാരീസ് ഉണ്ട് ഇവിടെ. ഇവിടുത്തെ ഫ്ലോർ എന്ന് വെച്ചാൽ നല്ല പല ടൈപ്പ് സാരികൾ ഓരോ സെഷനിലാക്കി വെച്ചിട്ടുണ്ട് വിത്ത് ഡിഫറെൻറ്റ് റേഞ്ച്. അപ്പോൾ നമുക്ക് കാഞ്ചീപുരം തന്നെയാണ് എടുക്കേണ്ടതെങ്കിൽ കാഞ്ചീപുരത്തിൽ തന്നെ ഡിഫറെൻറ്റ് പ്രൈസ് റേഞ്ചിൽ ഓരോ സെഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഈസിയാണ് നമുക്ക് അവിടെ പർച്ചേസിങ്ങും കാര്യങ്ങളും. പിന്നെ ഒരു കളർ പറഞ്ഞു കൊടുത്ത് അവർ ആ കളറിൽ തന്നെ കുറേ പാറ്റേൺസ് കാണിച്ചു തരും.
നമ്മൾ കുറച്ച് സാരികളൊക്കെ സെലക്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഡ്രേപ്പ് ചെയ്ത് നോക്കാമെന്ന് ഓർത്തു. അത് നമ്മൾ ഉടുത്ത് നോക്കിയത് ഒരു ഓറഞ്ചും പിങ്കും കോമ്പിനേഷനാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഓറഞ്ചും ബർഗണ്ടി ഷേപ്പ്, ഓറഞ്ച് എന്ന് കറക്റ്റ് പറയാൻ പറ്റില്ല, ഒരു റസ്റ്റ് ഓറഞ്ച് കളറ്, അത് ബോഡിയിലൊക്കെ ഫുള്ള് ഇങ്ങനെ ഒരു സെൽഫ് ത്രെഡ് വർക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബ്ലൗസ് ഏതാ വരുന്നതെന്ന് വെച്ചാൽ ഒരു ബർഗണ്ടി ഷെയ്ഡാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് വേറൊരു ടൈപ്പ് സാരി ഉടുത്ത് നോക്കാമെന്ന് ഓർത്തു. ഒരു 5-6 നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഓരോന്നോരോന്നായി ട്രൈ ചെയ്തു. പിന്നെ നമ്മൾ എടുത്ത ഏത് കളറാണെന്ന് വെച്ചാൽ അതും ഒരു ഓറഞ്ച് ഷെയ്ഡ് തന്നെ ആകാമെന്ന് ഓർത്തു. കാരണം കൂടുതലും നമ്മൾ ഓറഞ്ച് കളർ തപ്പിയാണ് വന്നത്. അപ്പോൾ ഒരു റസ്റ്റ് ഓറഞ്ച് പ്ലസ് ഒരു റെഡ് കോമ്പിനേഷനാണ് ഇതെടുത്തത്. കാരണം ഓറഞ്ച് ബേസും റെഡ് ബോർഡറും ബ്ലൗസും വരുന്ന രീതിയിൽ. പിന്നെ നമ്മൾ വേറെ ഒരു മോഡൽ നോക്കാമെന്ന് ഓർത്തു. കാരണം ഈ ഓറഞ്ചിൽ തന്നെ പിടിക്കണ്ടെന്നൊക്കെ ഓർത്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഫുൾ ഓറഞ്ച്, അതായത് പീച്ച് എന്ന് പറയാം, കറക്റ്റ് ഓറഞ്ച് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഓറഞ്ച് പീച്ച് ഷെയ്ഡ്, അത് ഫുള്ള് ഒരു കളർ മാത്രമേ ഉള്ളൂ. അതിൻ്റെ കൂടെ വേറെ കോൺട്രാസ്റ്റ് ഒന്നും വരുന്നില്ല. പിന്നെ എൻ്റെ ഒരു ബുദ്ധി പ്രകാരം ഞാനാണെങ്കിൽ ഒരു സിൽവർ ടച്ച് ഉള്ളത് നോക്കിയാലോ എന്നിങ്ങനെ ആലോചിച്ചു. അപ്പം നമ്മളാണെങ്കിൽ ഒരു ഓഫ് വൈറ്റ് പ്ലസ് ഒരു ഡിഫറെൻ്റ് ഒരു ഷെയ്ഡ്, ഒരു പർപ്പിൾ എന്ന് പറയാൻ പറ്റില്ല, ഒരു കരിനീല കളർ എന്നൊക്കെ പറയുമല്ലോ, അങ്ങനത്തെ കൂട്ടൊരു കളറ് പ്ലസ് ഒരു സിൽവർ ഓൾ ഓവർ അങ്ങനെ ഒരു ടച്ചുള്ള ഒരു സാരി ഉടുത്ത് നോക്കി. അപ്പം അത് നമ്മൾ ഏതെടുക്കണം എന്നുള്ള ഭയങ്കര ഡൗട്ടിലായിപ്പോയി. കാരണം ഓരോ സാരി ഉടുത്ത് നോക്കുമ്പോഴും ഓരോന്നിനും ഭയങ്കര ഭംഗിയുണ്ടായിരിക്കും. അപ്പം നമ്മളാണെങ്കിൽ കുറച്ച് ഓർണമെൻറ്റ്സും കൂടി വെച്ച് നോക്കാം. കാരണം ഈ സിൽവർ ഷെയ്ഡിലുള്ള സാരിക്ക് നമ്മൾ ഗോൾഡിൻ്റെ ഓർണമെൻറ്റ്സ് വരുമ്പോൾ ഭംഗിയുണ്ടോ എന്നറിയില്ലാത്തതുകൊണ്ട് വെച്ച് നോക്കാമെന്ന് ഓർത്തു. അങ്ങനെ അവൾക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു സാരി എടുത്തിട്ട് നമ്മൾ താഴേക്ക് വന്നു. അപ്പോൾ ഇവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇങ്ങനെ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങളുള്ള സാധനങ്ങൾ അങ്ങനെ കുറേയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പർച്ചേസ് ചെയ്ത് നമ്മൾ നേരെ ഇവിടുന്ന് പുറത്തേക്ക് പോയി. അപ്പം നമുക്കാണെങ്കിൽ ഇവിടെ നമ്മുടെ മെട്രോ സ്റ്റേഷൻ അടുത്താണ്. അപ്പം മെട്രോയ്ക്ക് തന്നെ തിരിച്ച് വീട്ടിൽ പോകാമെന്ന് ഓർത്തു. അല്ലെങ്കിൽ നമ്മൾ ട്രാഫിക്കിൽ പെട്ടുപോകും. അങ്ങനെ കുറേ ബാഗൊക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ ഷോപ്പിംഗ് അവസാനിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോ ആയി കാണുന്നിടം വരെ ബൈ ബൈ.